നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 18. അങ്ങനെ ഇന്ന് ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് കൺസോളിഡേഷനോട് കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, മാത്രമല്ല നിഫ്റ്റിക്കും സെൻസെക്സിനും പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ കൺസോളിഡേഷനിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. നിഫ്റ്റിയിൽ ഇന്ന് 161 പോയിന്റുകളുടെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ലഭ്യമായിരുന്നതും. ആദ്യത്തെ 3/4 മണിക്കൂറിൽ മാർക്കറ്റ് ഹൈലി വോൾട്ടൈലുമായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി 23,317 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുക്കാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് പടിപടിയായിട്ട് മാർക്കറ്റ് ഉയരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇന്നത്തെ ഡേ ലോയിൽ നിന്നും 350 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 23,695 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 6 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടി 23,649 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, അതേസമയം സെൻസെക്സിന് 77 പോയിന്റുകളുടെ നേരിയ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 173 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 820 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. അതേസമയം 2168 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ടെക് മഹേന്ദ്ര, ഇൻഫോസിസ്, ഭാരതി എയർടെൽ, സൺഫാർമ, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ടാറ്റ സ്റ്റീൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NTPC, SBI, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ഓട്ടോ, PSU ബാങ്ക്, മെറ്റൽ മേഖലയില് ഇന്ന് ശക്തമായ വീക്ക്നെസ് പ്രകടമായിരുന്നു. എന്നാൽ ഇന്ന് നിഫ്റ്റി ITക്ക് ഈ മേഖലയിലുണ്ടായ വീക്ക്നെസ്സിനെ മറികടക്കുവാനുമായി നിഫ്റ്റി IT ഇന്നും നേട്ടം തുടരുന്നു. തൽഫലമായി 2.43% നേട്ടത്തോടു കൂടിയിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകൾക്ക് ഒരു പരിധി വരെ റിക്കവർ സാധ്യമായെങ്കിലും ഇന്ന് ബോർഡർ മാർക്കറ്റ്സിൽ വീക്ക്നെസ് വളരെ പ്രകടമായിരുന്നതാനും. മാത്രമല്ല, തുടർച്ചയായി ഇന്ന് 7ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിട്ടുകൊണ്ട് ഫ്രഷ് റെക്കോർഡ് ലോയും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിരുന്നു വിദേശ നിക്ഷേപകരുടെ ബോണ്ടുകളുടെ മുകളിലുള്ള ടാക്സ് കുറയ്ക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരികയും ചെയ്തത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചിരുന്നു. എന്നാൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായിട്ട് കേന്ദ്രം ബോണ്ടുകളുടെ വിത്ത് ഹോൾഡിംഗ് നികുതി 20% നിന്ന് 5% കുറച്ചു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. എന്നാൽ നികുതി ഇളവുകൾ മാത്രം പുറത്തേക്കുള്ള വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒഴുക്കിന് തടയിടുവാനായിട്ട് ആവുകയില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നതും. ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവസാന 15 ആഴ്ചകൾ കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് എമർജിംഗ് മാർക്കറ്റ്സിൽ നിന്നും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് $24.4 ബില്യൺ എടുത്തുകൊണ്ട് പോയപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ്സിലേക്ക് അവസാന 8 ആഴ്ചകൾ കൊണ്ട് $46 ബില്യൺ നിക്ഷേപമാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയതെന്നുള്ള റിപ്പോർട്ട്സ് ആണ് ഇലക്ട്ര ക്യാപിറ്റൽ ഇന്ന് പുറത്തുവിടുകയും ഉണ്ടായത്. ഇന്നലെ മുതൽ വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ നേരിയ തോതിൽ ചൂടുപിടിച്ചതിനെ തുടർന്ന് ഇന്ന് ഓയിലിന്റെ വിലയിലുണ്ടായ വർധനവിനെ തുടർന്ന് ഓയിൽ സെൻസിറ്റീവ് സ്റ്റോക്കുകളായ BPCL, ഇറ്റേണൽ, ഇൻഡിഗോ തുടങ്ങിയ ക്രൂഡ് സെൻസിറ്റീവ് സ്റ്റോക്കുകളിൽ 3% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയും ചെയ്തു. പ്രൊമോട്ടർ സ്റ്റോക്കിലുള്ള അവരുടെ സ്റ്റേക്ക് കുറയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വന്നതിനെ തുടർന്ന് ഇന്ന് ICIC Prudential ലൈഫിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 9% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തി. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിന് അതിന്റെ 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കായിട്ട് എത്തിച്ചേരേണ്ടതായിട്ടും വന്നു. എങ്കിലും പിന്നീട് ഇന്ന് നേരിടേണ്ടി വന്ന ഇടിവിന്റെ പകുതിയോളം ഭാഗം തിരിച്ചു പിടിക്കുവാനുമായി ഇന്ന് ഭാരതി എയർടെലിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 2% ഉയർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്റ്റോക്കിന്റെ വില 1953.8 രൂപ per ഷെയർ എന്ന നിലയിൽ എത്തിച്ചേർന്നതിനെ തുടർന്ന് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 12 ലക്ഷം കോടി രൂപയായിട്ട് എത്തിച്ചേരുകയുമുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിന് HDFC ബാങ്കിനെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലെ സെക്കൻഡ് മോസ്റ്റ് വാല്യൂഡ് സ്റ്റോക്കായിട്ട് മാറുവാനുമായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലേക്ക് നയിച്ചതും കൂടാതെ റിക്കവർ രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനം കൺസോളിഡേഷനോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ട്രംപിന്റെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുപ്രതീക്ഷകൾ ഉണർത്തിയെങ്കിലും കാര്യമായ ഔട്ട്കം ഒന്നും വന്നില്ലെങ്കിൽ കൂടിയിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ
എസ്പെഷ്യലി അവസാന ട്രേഡിംഗ് സെഷനുകളിൽ ഗ്ലോബൽ മാർക്കറ്റിലാകമാനം പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. എന്നാൽ ഈ വീക്കെൻഡിൽ ഇന്നലെയോടുകൂടി വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് നേരിയ തോതിൽ ചൂടുപിടിച്ചതിനെ തുടർന്ന് ഇന്ന് ഓയിലിന്റെ വിലയിലുണ്ടാക്കിയ ഉയർച്ചയും കൂടാതെ വെടിനിർത്തൽ കരാർ ഒരു മാസത്തിലേറെ കാലമായിട്ട് യുഎസും ഇറാനും നിലവിൽ വന്നതിനെ തുടർന്ന് 2 ആഴ്ചയ്ക്ക് മുന്നേ അബുദാബിയുടെ മുകളിൽ നടത്തിയ നേരിയ തോതിലുള്ള ഡ്രോൺ ആക്രമണത്തിന് ശേഷം കാര്യമായ ആക്രമണമോ പ്രത്യാക്രമണമോ ഇരു കൂട്ടരുടെ ഭാഗത്ത് നിന്ന് വരികയും ഉണ്ടായില്ല. എന്നാൽ വീണ്ടും വെസ്റ്റ് ഏഷ്യയെ ആശങ്കയിലാക്കിക്കൊണ്ട് ഇന്നലെ അബുദാബിയുടെ ബർക്ക റീജിയനിലുള്ള അവരുടെ ആണവ റിയാക്ടറുകളുടെ മുകളിൽ 3 ഡ്രോണുകൾ അറ്റാക്ക് നടത്തുകയുണ്ടായി. യുഎയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് 2 ഡ്രോണുകളെ തകർക്കാനായെങ്കിലും ഒരു ഡ്രോൺ പതിച്ചതിനെ തുടർന്ന് നേരിയ നാശനഷ്ടവും സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് വന്നതും. മാത്രമല്ല ഈ ഡ്രോണുകൾ വന്നത് ഇറാഖിന്റെ മുകളിലൂടെയാണെങ്കിലും ഇത് ഏത് രാജ്യമാണ് അയച്ചതെന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ വീണ്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഹീറ്റപ്പ് ആയതും മാത്രമല്ല വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും ഏകദേശം 44 പൈസയുടെ ഇടിവ് നേരിട്ടുകൊണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് വീണ്ടും 96 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഫ്രഷ് റെക്കോർഡ് ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നതും യുഎസ് ഡോളറിനെതിരെ. കൂടാതെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസ് മാർക്കറ്റിൽ അനുഭവപ്പെട്ട വീക്ക്നെസ്സും മാത്രമല്ല ഇന്ന് യൂറോപ്യൻ ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട വീക്ക്നെസിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതും ശക്തമായ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിനെ തുടർന്ന് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനടി തന്നെ ഇന്ത്യ വിക്സിലും ഏകദേശം 6% ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല 4.47% ഉയർച്ചയോടുകൂടി 19.63 എന്ന ലെവലിൽ ഹീറ്റപ്പ് ആയിക്കൊണ്ടാണ് ഇന്ത്യ വിക്സും ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. പിന്നീട് മാർക്കറ്റിന് നേട്ടം കൈവരിച്ചുകൊണ്ട് കൺസോളിഡേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യയുടെ ബോണ്ടിന്റെ ഈൽഡ്സിൽ ശക്തമായ വർധനവാണ് രേഖപ്പെടുത്തിയത്. 10 ഇയർ ബോണ്ട് ഈൽഡിൽ 6 ബേസിസ് പോയിന്റിൽ നിന്നും 7.12% ഉയർച്ചയും രേഖപ്പെടുത്തിയത് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നുള്ള ആശങ്കകൾ മൂലം അത് വരാനിരിക്കുന്ന RBIയുടെ മോണിറ്ററി പോളിസിയിൽ ഒരുപക്ഷെ പോളിസികൾ ടൈറ്റൻ ആക്കാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള വിലയിരുത്തലുകളും മാർക്കറ്റിനെ ഇന്ന് സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് ശക്തമായ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗും തുടർന്നങ്ങോട്ട് 3/4 മണിക്കൂറോളം ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നത്. എന്നാൽ ഈ ശക്തമായ ഇടിവിൽ നിന്നും ഏകദേശം 350-ലേറെ പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ഇന്നത്തെ ഡേ ലോയിൽ നിന്നും നിഫ്റ്റിക്ക് കരകയറുവാൻ സഹായിച്ചത് പ്രധാനമായും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പുതിയൊരു നടപടി വന്നു. അതായത് ഇന്നലത്തോടുകൂടി വീണ്ടും അബുദാബിയുടെ മുകളിലുണ്ടായ പുതിയ ആക്രമണത്തെ തുടർന്ന് യുഎസ് പ്രസിഡന്റ് ട്രംപ് ഇറാന് മുകളിൽ ശക്തമായ പ്രഷർ ചെലുത്തുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയും വന്നു. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നു. അതായത് ഇന്നലെ പാതിരാത്രിയോടുകൂടി ഇറാൻ US മീഡിയേറ്റർ ആയിട്ടുള്ള പാകിസ്ഥാൻ ഇറാന്റെ റിവൈസ്ഡ് ആയിട്ടുള്ള യുദ്ധം നിർത്തുവാനുള്ള പ്രപ്പോസൽസ് യുഎസിന് കൈമാറി എന്നുള്ള റിപ്പോർട്ട്സുകളാണ് പുറത്തു വന്നതും ഇതിനെ തുടർന്ന് വീണ്ടും പുതുപ്രതീക്ഷകൾ കൈവന്നതും മാത്രമല്ല ഇതിനെ തുടർന്ന് ഇന്ന് ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയിരുന്ന എണ്ണയുടെ വിലയിൽ പിന്നീട് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും കൂൾ ഓഫ് ആകാൻ സാധിച്ചതും കൂടാതെ 23,400 എന്ന ലെവൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി ക്രൂഷ്യലായിട്ടൊരു സപ്പോർട്ട് ഏരിയ കൂടെ തന്നെയാണ്. മാത്രമല്ല 23,300 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ടുമായിരുന്നു. എന്നാൽ 23,400 എന്ന ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നെങ്കിലും ഈ 2 ലെവലുകളുടെയും ഇടയിൽ നിന്നായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് ടെക്നിക്കലി സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതും ഇതിനെല്ലാം പുറമെ വാല്യൂ ബൈയിങ് പല സെക്ടേഴ്സിലും എസ്പെഷ്യലി IT മേഖലയിലൊക്കെ ഉടലെടുത്തതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് കൺസോളിഡേഷനോടുകൂടി തന്നെ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 337 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടിയും അതേസമയം ഫ്രാൻസ് മാർക്കറ്റിന് 0.25%-ലേറെയും ജർമ്മൻ മാർക്കറ്റിന് 0.5%-അടുത്തും നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് സിംഗപ്പൂർ കൊറിയൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു കൊറിയൻ മാർക്കറ്റിനും രാവിലെ ശക്തമായ ഇടിവാണ് നേരിടേണ്ടി വന്നതെങ്കിലും പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിനെ പോലെ തന്നെ റിക്കവർ നടത്തുവാനുമായി രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $110.25 per ബാരൽ എന്ന നിലയിലായിട്ടും
തുടരുന്നതും ക്രൂഡ് ഓയിലിന്റെ വില $106.16 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരത്തിൽ തുടരുന്നതും ഗോൾഡിന്റെ വില $4539.10 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഡുസ് ഇൻ ബാങ്ക് ക്ലയന്റ് കമ്പനികളിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തിയ ഇൻസൈഡർ ട്രേഡിംഗ് കേസിൽ ഇൻഡുസ് ഇൻ ബാങ്ക് കമ്പനി സെക്രട്ടറിയെ സെബി ഇന്ന് വിളിച്ചു വരുത്തി. യുണൈറ്റഡ് ബ്രൂവറീസ് പഞ്ചാബിലെ ലുധിയാനയിലുള്ള ബ്രൂവറി യൂണിറ്റ് ജൂൺ 30 മുതൽ അടച്ചുപൂട്ടുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഗോഡ്ഫ്രൈ ഫിലിപ്സ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 86.7%, റവന്യൂവില് 13.6% വർധനവ് രേഖപ്പെടുത്തി. സൈഡസ് വെൽനസ് നെറ്റ് പ്രോഫിറ്റില് 5.8% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 62.6% വർധനവും രേഖപ്പെടുത്തി. ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് ₹1.20 പെർ ഷെയർ നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. VRL ലോജിസ്റ്റിക്സ് നെറ്റ് പ്രോഫിറ്റില് 3% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 5.4% വർധനവും രേഖപ്പെടുത്തി. ടീഗ ഇൻഡസ്ട്രീസ് കമ്പനിയുടെ സബ്സിഡറി വഴി മോളിക്കോപ്പ് ഏറ്റെടുക്കുന്നതിന് ധനസമാഹരണം നടത്തുന്നതിനായിട്ട് ബാങ്കുകളിൽ നിന്ന് 1500 കോടി രൂപയുടെ വായ്പ എടുക്കുവാൻ കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. മറൈൻ ഇലക്ട്രിക്കൽസ് ഇന്ത്യ 209 കോടി രൂപയുടെ മൂല്യമുള്ള പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.